ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശങ്കർദാസിന് അസുഖമൊന്നുമില്ല, അറസ്റ്റ് ചെയ്യാതിരിക്കാൻ, പോലീസ് കസ്റ്റഡിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രി കിടക്കുകയാണെന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ റിപ്പോർട്ട്, വാർത്ത. നമുക്കത് പ്രേക്ഷകരെ കാണിക്കാം. സാർ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പറയുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് ആശുപത്രി കിടക്കുന്നത്. വളരെ ലളിതമായിട്ടാണ് ഇത്. പിന്നെ ഹൈക്കോടതി തന്നെ നേരത്തെ ചോദിച്ചു എന്ത് അസംബന്ധമാണ് നടക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ വഴിക്ക് പോകില്ല, നടക്കില്ല എന്ന് ഉള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമാവരുത്. കാരണം ഇദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ സർവീസിൻ്റെ ഒരു മധ്യകാലഘട്ടം പോലും ആയിട്ടില്ല. ഇനിയും വർഷങ്ങളോളം അദ്ദേഹം നമ്മുടെ പോലീസ് സേനയെ നയിക്കേണ്ട വ്യക്തിയാണ്. നായകസ്ഥാനത്തുള്ളവരാണ്, IPS ഓഫീസേഴ്സാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനായതുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ എന്താ പറയുക, ഈ സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ സ്ട്രോക്ക് വന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരൊക്കെ പരിശോധിച്ചിട്ട് അങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിന് കണ്ടിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം കുറച്ച് താടിയൊക്കെ വളർത്തി ഈ പറഞ്ഞതുപോലെ കുറേ ട്യൂബുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറ്റി. ശരിക്കും പറഞ്ഞാൽ ഇത് ആശുപത്രിക്കെതിരെ കേസെടുക്കേണ്ട വിഷയമാണ്. കാരണം ആശുപത്രി ശരിക്കും ഒരു കുറ്റകൃത്യം ബോധപൂർവം അറിഞ്ഞുകൊണ്ട് നടത്തുകയാണ്. കാരണം അത്ര ഒരു ആശുപത്രിയിൽ എങ്ങനെ രോഗികളെ നമുക്കൊരു നല്ല ചികിത്സ കിട്ടുമെന്ന് പറഞ്ഞ് പ്രവേശിപ്പിക്കാൻ പറ്റും? ഏത് ആശുപത്രിയാണെങ്കിലും, ആശുപത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ ആശുപത്രിയുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഏത് വൃത്തികേടും ഏത് കുറ്റകൃത്യവും കാണിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു കേസിൽ സുപ്രീം കോടതിയിൽ വരെ പോയിട്ട് സുപ്രീം കോടതി ശങ്കരദാസിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ദൈവത്തെപ്പോലെ നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് സുപ്രീം കോടതി ചോദിച്ച് ആ ചോദ്യത്തിന് ശേഷം പെട്ടെന്ന് ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വരുന്നു, ഇദ്ദേഹത്തിനെ അഡ്മിറ്റ് ആക്കുന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ചികിത്സ രീതികളൊക്കെ എടുത്ത് നോക്കുമ്പോഴും പരിശോധിച്ച് നോക്കുമ്പോഴും ഇദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. ഇദ്ദേഹത്തിന് ഒരു താടിയൊക്കെ വളർത്തി ഒരു ട്യൂബൊക്കെ ഇട്ട് പടമൊക്കെ എടുത്തിട്ട് കോടതിയിൽ അവതരിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയാണ്, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ബോധപൂർവം നിയമത്തെ നോക്കുകുത്തിയാക്കി അല്ലെങ്കിൽ ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തോ അദ്ദേഹത്തിൻ്റെ പ്രായമോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ നമുക്കൊരു സാധാരണ പൗരന് സ്വാധീനമോ രാഷ്ട്രീയമായ സ്വാധീനമോ സാമ്പത്തികമായ സ്വാധീനമോ ഇല്ല എന്നുണ്ടെങ്കിൽ നീതി ലഭിക്കില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു ഉദാഹരണമാണ്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്ന കേസാണ്. ഹൈക്കോടതി ചോദിച്ചു എന്ത് അസംബന്ധമാണ് നടക്കുന്നതെന്ന്. എന്നിട്ട് കോടതിയിൽ മെഡിക്കൽ കോളേജിൽ ഇതിൻ്റെ റിപ്പോർട്ട് കോടതി ചോദിച്ചപ്പോഴത്തേക്ക് ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ചോദിച്ചപ്പോൾ അവർ കൊടുത്തതുമില്ല. അപ്പോൾ ഇത്രയും ഈ ഒരു സംഗതി എങ്ങനെ കേരളത്തെ പോലുള്ള ഒരു പ്രബുദ്ധം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഈ കേരളത്തിൽ ഇത് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ നഗ്നമായ നിയമലംഘനമാണ്, നീതി നിഷേധമാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള ആശുപത്രി ആർക്കാണ് ഇനി ഇതുപോലെ കിടക്കാൻ പാടുള്ളത്? ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഈ പക്ഷാഘാതം എന്ന് പറഞ്ഞ് ദേഹത്ത് കുറേ ട്യൂബൊക്കെ കയറ്റി ബോധം കെടുത്തുന്ന രീതിയിൽ അതിമനോഹരമായ ഒരു ആക്ടറാണ് അദ്ദേഹം. ഇനി പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സീരിയലിലോ സിനിമയിലൊക്കെ നോക്കാമെന്നുള്ള അവസരമുണ്ട്. കാര്യം ഇത്തരത്തിൽ ഇനിയിപ്പോൾ ഇതുപോലുള്ള ഇപ്പം നമുക്ക് തന്നെ അറിയാം, ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിനെ ശിക്ഷിച്ചെങ്കിലും അദ്ദേഹം എവിടെയാണ് കിടന്നത്? അദ്ദേഹം വളരെ സുഖകരമായിട്ട് ജയിലിൽ കിടക്കാതെ കിംസ് ഹോസ്പിറ്റലിൽ വന്ന് സുഖമായിട്ട് അദ്ദേഹം അവിടെ കിടന്നു. പഴയതുപോലെ തന്നെ അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം നിയമം അതിൻ്റെ വഴിക്ക് ഒരിക്കലും നടക്കില്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്വാധീനമുണ്ടെങ്കിൽ എന്തുമാകാം, നിയമം സ്വാധീനമുള്ളവരുടെ വഴിക്ക് നടക്കും എന്നുള്ളതാണ് ഈ ശങ്കരദാസിൻ്റെ അറസ്റ്റിലൂടെ കാണിക്കുന്നത്. ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, അദ്ദേഹത്തിനൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമില്ലേ? അദ്ദേഹം ചെറുപ്പക്കാരനാണ് അല്ലേ? അതെ. അതേപോലെ ഒരു സിറ്റി പോലീസ് കമ്മീഷണറാണ്, DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന് ഒരു ശരാശരി പൗരൻ കൊച്ചി സിറ്റിക്കകത്തല്ലേ പോലീസ് കമ്മീഷൻ അധികാര പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്തുള്ളൊരു വ്യക്തി ഒരു ആവലാതിയുമായിട്ട്, ജെനുവിനായിട്ടുള്ള ആവലാതിയുമായിട്ട് സിറ്റി പോലീസ് കമ്മീഷനെ സമീപിക്കുകയാണെങ്കിൽ ഈ പോലീസ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് നീതി ലഭിക്കുമോ? ഇല്ല. കാരണം എതിർഭാഗത്തുള്ള വ്യക്തിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മുടെ ആളാണ്, അതുകൊണ്ട് മറ്റേത് കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല.
കാരണം ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ, അതല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒത്താശയില്ലാതെ ശങ്കരദാസിന് ഈ ബോധക്ഷയം ഉണ്ടാവില്ല. ശങ്കരദാസിന് ബോധക്ഷയം ഉണ്ടെന്ന് പറഞ്ഞ് ഈ ആശുപത്രിക്കാരെ അഡ്മിറ്റ് ചെയ്യാനും തയ്യാറാവില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ടതാണ്. കാരണം ഈ ആശുപത്രിക്കാരെ നമ്മൾ ഇപ്പോൾ ഒറ്റയടിക്ക് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഒരു പക്ഷേങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ ഒരു പക്ഷേ ഈ ആശുപത്രിയുടെ മാനേജ്മെൻറ്റിനെ വിളിച്ച് പറഞ്ഞതാണോ വലിയ അങ്ങനെ അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ ആശുപത്രിക്കാർ ചെയ്തത് അങ്ങേയറ്റത്തെ തെറ്റാണ്, കുറ്റകരമായ ഒരു സംഗതിയാണ്. ഒരു പിന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കേസിൽ ഒരു വ്യക്തിയുടെ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ബോധപൂർവം ചെയ്ത നടപടിയാണ്. ഒരു പക്ഷേങ്കിൽ അവർ ചിലപ്പോൾ കാശിനായിരിക്കും ചെയ്തിട്ടില്ല, നമുക്കറിയില്ല. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഉയർന്ന ആരെങ്കിലും വിളിച്ചിട്ട് ഈ ആശുപത്രിയെ ഭീഷണിപ്പെടുത്തിയാണോ അതും അറിയത്തില്ല. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധ്യതകളുണ്ടോ ഇതിൻ്റെ പിന്നിൽ, അതൊന്നും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഈ ശങ്കരദാസിൻ്റെ ബോധക്ഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതാണ്. കാര്യം കബളിപ്പിക്കപ്പെട്ടിരിക്കുന്ന നീതിന്യായ വ്യവസ്ഥ കോടതികളിലെയാണ്. ഹൈക്കോടതി ചോദിച്ചിട്ട് പോലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തേക്കുന്ന രീതി കണ്ടില്ലേ? അദ്ദേഹത്തിന് ഇനി അവിടെ ആശുപത്രിയിൽ സുഖസൗകര്യം അനുസരിച്ച് കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാര്യം ബോധം ഉണ്ടെങ്കിലേ ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? രേഖാമൂലം ഹൈക്കോടതിയും കബളിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഇത് ഹൈക്കോടതിന് മുമ്പിൽ ഈ വിഷയം വരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചെയ്തെന്ന് വെച്ചാൽ ഇല്ല. കാര്യം എന്താണ്? ബോധമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈക്കോടതിയിലെ ഭാഷയെ പറഞ്ഞ അസംബന്ധം അരങ്ങേറുകയാണ് നമ്മുടെ മുമ്പിൽ. നമ്മൾ മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ എപ്പോഴും നിയമത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വളരെ നീതിയുക്തമായ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ മുമ്പിലുള്ള നിയമം നടക്കുന്ന വഴി എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഈ ഹൈക്കോടതി ഇത്രയധികം നിഷ്കർഷിച്ചിട്ട് പോലും കേസിൻ്റെ അന്വേഷണം പോകുന്ന രീതി കണ്ടില്ലേ അല്ലേ? ഇപ്പോൾ ഈ SIT എന്ന് പറയുന്ന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പുറത്ത് സമ്മർദ്ദം ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമല്ലേ ഇത്? ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണെങ്കിലും ഈ SITയിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും നമ്മുടെ സംസ്ഥാന പോലീസിൻ്റെയും ഭാഗങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പുറത്ത് വന്നിരിക്കുന്ന അവർ സമ്മർദ്ദത്തിന് കീഴടങ്ങി എന്നുള്ളതിന് തെളിവും കൂടെയാണ്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു വിജിലൻസിൻ്റെ എൻക്വയറിയോ അതല്ലെങ്കിൽ കേരള പോലീസ് ഒരു അന്വേഷണം നടത്തുമ്പോഴോ അതിൽ അവരുടെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ മാത്രമേ ഇന്ന് നിലവിലുള്ള അവസ്ഥയിൽ നമുക്ക് കേരളത്തിൽ നീതി പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്നുകിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അവരോട് ചേർന്നിരിക്കുന്ന ആൾക്കാരായിരിക്കണം, അതല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ താല്പര്യമുള്ളവരായിരിക്കണം. ഇതൊന്നുമില്ലാത്തവർ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ പോലീസ് അന്വേഷണം നടത്തുന്നിരിക്കും. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ളൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയുടെ നോക്കുകുത്തിയാവുന്നുണ്ട് അല്ലേ? നമുക്ക് സാധാരണ പൗരന് നീതി കിട്ടില്ല എന്നുള്ള സംഗതി വ്യക്തമാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാരെന്ന് ആലോചിച്ച് നോക്കണം. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശങ്കരദാസിൻ്റെ ഈ സ്വർണ്ണക്കൊള്ളയേക്കാൾ ഒരു പക്ഷേങ്കിൽ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ശരാശരി പൗരന്മാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ശങ്കരദാസിൻ്റെ ബോധക്ഷയവും SITയുടെ സമീപനവും ഈ ആശുപത്രി അധികൃതർ ഈ ശങ്കരദാസിനെ ബോധമില്ല അതല്ലെങ്കിൽ സ്ട്രോക്ക് വന്നെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത സംഭവമൊക്കെയാണ്. ഇതാണ് ശരിക്കും അന്വേഷിക്കേണ്ടത്. പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു കൊള്ളക്കേസാണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ പൊതുവായ നിയമവ്യവസ്ഥയും നീതിയെയും ബാധിക്കുന്നൊരു വിഷയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വിസിബിൾ ആവും. അതിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ അമർത്തുക. അതിനുശേഷം ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് വരും. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.